വചനഭാഗത്തേക്ക് പ്രവേശിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യം. അതിനുശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകും. പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, വചനത്തിന്റെ വാതിൽ ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ നീ ഞങ്ങളെ വെട്ടിക്കളയാതെ നിലനിർത്തി കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, ഇന്ന് കടന്നു വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ചെറിയ കൂട്ടമോ വലിയ കൂട്ടമൊന്നും അല്ല കർത്താവെ, നിന്റെ സന്നിധിയിൽ കർത്താവെ ഞങ്ങൾ നിന്റെ സന്നിധി നിൽക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകളെ വികാരങ്ങളെല്ലാം കർത്താവെ മാറ്റിവെച്ച് വചനത്തിൽ മാത്രം നിറഞ്ഞ ഒരു അനുഭവത്തോട് തന്ന് കർത്താവെ, നിറഞ്ഞ മനസ്സോടെ പ്രത്യാശയോട് കർത്താവെ, ഇന്ന് ഈ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേട്ട് ഉത്തരവുണ്ടാക്കുന്നു. ഞാൻ അബ്രഹാമിനെ കുറിച്ചാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ അബ്രഹാം ആരാ? നമ്മൾ അബ്രഹാമിനെ കുറിച്ച് പറയും വിശ്വാസികളുടെ പിതാവാണ്. എന്നാൽ അബ്രഹാമിന്റെ കുടുംബ പശ്ചാത്തലം എന്താണ്? ഇതൊക്കെ നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, അബ്രഹാം ബാബിലോണിയയിലെ വളരെ പുരാതനമായ ഒരു രാജ്യമാണ് ബാബിലോണിയയിലെ. തെക്കൻ ബാബിലോണിയയിലെ, അല്ല ഇന്നത്തെ ഇറാഖിനോട് ചേർന്നുള്ള കുവൈറ്റിലെ താമസിച്ചതായ ഒരു വ്യക്തിയാണ് അബ്രഹാം. ഈ അബ്രഹാമിനെ കുറിച്ച് കൂടുതലായിട്ട് നാം പഠിക്കുന്ന ബൈബിളിലെ മുഴുവൻ അബ്രഹാമിനെ കുറിച്ച് നിറഞ്ഞു നിൽപ്പുണ്ട്. എന്നാൽ നാം അബ്രഹാമിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 11 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളിലാണ് നാം അബ്രഹാമിനെ കുറിച്ച് കൂടുതലായിട്ട് നാം പഠിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഈ അബ്രഹാമിന്റെ ജീവിത പശ്ചാത്തലം വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ജീവിച്ചതായ ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം. അബ്രഹാമിന്റെ കുടുംബവും തേരവും ഒക്കെ അങ്ങനെ ജീവിച്ച ഒരു വ്യക്തിയാണ്. തികച്ചും നിരാശനായ ഒരു വ്യക്തി, അല്ലെങ്കിൽ വളരെ അന്ധകാരപൂർണമായ ഒരു ജീവിതം നയിച്ച് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും വിൽക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് വളരെ അന്ധകാരപൂർണമായ ഒരു ജീവിതം നയിച്ച ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം. എന്നാൽ ഈ അബ്രഹാമിന്റെ ജീവിതത്തിൽ വലിയൊരു മോഹമുണ്ടായിരുന്നു. സത്യദൈവത്തെ, ഏക ദൈവത്തെ എന്തെങ്കിലും ഒന്ന് ആരാധിക്കണം. അകലെ അബ്രഹാം വൈകിട്ടൊക്കെ അബ്രഹാം വെളിമ്പ്രദേശങ്ങളിൽ നിന്ന് അകലെ ചക്രവാളങ്ങളെ, ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ നോക്കി ഒരു സത്യദൈവം ഉണ്ടോ എന്ന് ആരാധിക്കുകയും അങ്ങനെ ആ ഒരു സത്യദൈവത്തെ കണ്ടെത്തുവാനായിട്ടുള്ള ഉത്കടമായ ആഗ്രഹത്തോടു കൂടി നടക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം. ഈ അബ്രഹാമിനെയാണ് ബഹുജാതികൾക്ക് പിതാവായിട്ട് ദൈവം തിരഞ്ഞെടുത്തത്. നാം ഈ അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ അബ്രഹാമിനെ ബഹുജാതികൾക്ക് പിതാവായിട്ട് ദൈവം തിരഞ്ഞെടുത്തതിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അബ്രഹാമിനെ കുറിച്ച് നാം മനസ്സിലാക്കും. അബ്രഹാമിന് വയസ്സ് 75, ഭാര്യയാണെങ്കിൽ വന്ധ്യയായ ഭാര്യ സാറ. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അബ്രഹാമിനെ ലോകത്തിന് അനുഗ്രഹമായിട്ട് അല്ലെങ്കിൽ ബഹുജാതികൾക്ക് പിതാവായിട്ട് അബ്രഹാം തിരഞ്ഞെടുക്കുന്നതിൻ്റെ ആ പാരഡോക്സ് അല്ലെങ്കിൽ സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് ഈ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ദൈവം തിരഞ്ഞെടുക്കുന്നതിലൂടെ ലോകത്തിന് ഒരു അനുഗ്രഹമായിട്ട്, ലോകത്തിന് ഒരു രക്ഷാ പദ്ധതിയുടെ തുടക്കമായിട്ട് ഈ അബ്രഹാമിന്റെ തിരഞ്ഞെടുപ്പിലൂടെ ഈ ദൈവം മുന്നോട്ട് ലോകത്തെ നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അറിയപ്പെടാത്ത ഒരു സെമസ്റ്റിക് വംശജനെ ദൈവം ഇപ്രകാരം ദൈവത്തിന്റെ പദ്ധതിയിലേക്ക്, ദൈവത്തിന്റെ ആ വലിയ ആ സ്വർഗീയ അനുഭവത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നതിലൂടെ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അബ്രഹാമിനെ ദൈവം ഇങ്ങനെ, അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ സേവിച്ച് വളരെ അന്ധകാരപൂർണമായ ഒരു ജീവൻ നയിച്ച ഒരു വ്യക്തിയെ ദൈവം ഇങ്ങനെ ഒരുക്കിയെടുക്കുന്ന വിവിധ സ്റ്റേജസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുവാനായിട്ട് ആഗ്രഹം. ഒന്നാമതായിട്ട് അബ്രഹാമിന് കൊടുക്കുന്ന ഒരു ദർശനം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിന് ദർശനം കൊടുക്കുന്നുണ്ട്. അബ്രഹാമിനോട് പറയുന്നുണ്ട്, അബ്രഹാമെ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്ന ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹത്തിന്റെയും വാഗ്ദാനങ്ങളുടെയും വലിയൊരു നിറവ് ആണ് ദൈവം അബ്രഹാമിന് കൊടുക്കുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു വലിയ വിഷനും ദൈവം അബ്രഹാമിന് നൽകുന്നു. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, അബ്രഹാം വളരെ അന്ധകാരപൂർണമായ ഒരു പ്രദേശത്ത് ജീവിച്ച അബ്രഹാമിനെ ഈ വിഷൻ കൊടുക്കുമ്പോൾ അബ്രഹാം അതിനെ പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്നു. എല്ലാം സകലവും വിട്ടിട്ട് സകലവും നഷ്ടപ്പെടുത്തിയിട്ട് ദൈവത്തിന് വേണ്ടി ദൈവം പറയുന്ന ആ കാണപ്പെടാത്ത ദേശത്തേക്ക് ഇറങ്ങി പുറപ്പെടാനായിട്ട് ആ വിഷനോട് അബ്രഹാം പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്നു. അതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. നമുക്ക് ലഭിക്കുന്ന കാലാകാലങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലൂടെ, നാം ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിലൂടെ നമുക്ക് ലഭിക്കുന്ന വിഷനോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. പോസിറ്റീവായിട്ട് ആരൊക്കെ പ്രതികരിച്ചിട്ടുണ്ടോ അവരെയൊക്കെ ദൈവം വളർത്തിയിട്ടുണ്ട്. ഞാൻ മദർ തെരേസയുടെ ജീവചരിത്രം ഈ സമയത്ത്, ഈ നാളുകളിലൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മദർ തെരേസയുടെ പിതാവ് അകാരണമായിട്ട് കൊല്ലപ്പെട്ടു.
ഈ മാതാവ് ഒരു തുന്നൽക്കാരിയായിട്ട് തയ്യൽക്കാരിയായിട്ട് വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് ഇങ്ങനെ കുടുംബം പോറ്റിയ അവസരത്തിലാണ് ഈ മദറിന് ജീവിതത്തിൽ ദർശനം ഉണ്ടാകുന്നത്. അങ്ങനെ അവർ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിൽ വന്നപ്പോഴേ എന്താണ് ദർശനത്തിനെ കുറിച്ച് ശരിയായ ഒരു കാഴ്ചപ്പാട് അവർക്ക് കിട്ടിയില്ല. എന്നാൽ അവരെന്ത് ചെയ്തു, ഒരു അധ്യാപികയായിട്ട് കൽക്കട്ടയിൽ നിന്ന് ട്രെയിൻ കയറി ഡാർജിലിംഗിലേക്ക് പോയി. ഡാർജിലിംഗിലേക്ക് പോകുന്ന വഴിക്കാണ് അവർക്ക് വളരെ വ്യക്തമായ ദൈവത്തിന്റെ ദർശനം ലഭിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് അവർ ആ ഡാർജിലിംഗ് ഇറങ്ങിയിട്ട് തിരിച്ച് അടുത്ത ട്രെയിനിൽ അവർ കൽക്കട്ടയിൽ ഇറങ്ങി. അങ്ങനെയാണ് അവരവിടെ കൽക്കട്ടയിൽ പ്രവർത്തിക്കുകയും അങ്ങനെ ലോകം മുഴുവൻ അറിയുന്ന പാവങ്ങളുടെ അമ്മയായിട്ട് തീരുകയും ചെയ്തു. ദർശനത്തോട്, ദൈവം തന്ന ദർശനത്തോട് പോസിറ്റീവായിട്ട് പ്രതികരിച്ചപ്പോൾ അവർ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായിട്ട് മാറി. അതുകൊണ്ട് ബില്ലി ഗ്രഹാം ലോകത്തിലെ സുവിശേഷകരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ്. പ്രാതസ്മരണീയനായ ഒരു വ്യക്തിത്വമാണ് ബില്ലി ഗ്രഹാമിനെ അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് 2 റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും തിരഞ്ഞെടുത്തു. എന്നാൽ ബില്ലി ഗ്രഹാം പറഞ്ഞു, ഇല്ല, ഞാനിതിനില്ല. ഈ എളിയ സുവിശേഷം, ഈ ലളിതമായ സുവിശേഷം ലോകത്തോട് പറയുക എന്നുള്ളതാണ് എൻ്റെ പ്രഥമ കർത്തവ്യം എന്ന് പറഞ്ഞ് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി ഈ സുവിശേഷം ലോകം മുഴുവൻ അറിയിക്കുവാനായിട്ട് ബില്ലി ഗ്രഹാം മിഷൻ രൂപീകരിച്ചുകൊണ്ട് അദ്ദേഹം അവസാനം വരെ അദ്ദേഹം പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവ വിളിയോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. കാലാകാലങ്ങൾ നാം വചനത്തിലൂടെ, വചനം കേൾക്കുന്നതിലൂടെ, നാം ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊക്കെ ഈ ദൈവ വിളിയോട് പോസിറ്റീവായിട്ട് പ്രതികരിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കും. രണ്ടാമതായിട്ട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, അബ്രഹാമിനെ ഈ ദൈവ വിളിയോട് അബ്രഹാം പോസിറ്റീവായിട്ട് പ്രതികരിച്ചപ്പോൾ പലവിധമായ പരിശോധനകളിലൂടെ ദൈവം അബ്രഹാമിനെ കടത്തിവിട്ടു. പലവിധമായ പരിശോധനകൾ, ഒരിക്കലും ചിന്തിക്കാത്തതായിട്ടുള്ള, അല്ലെങ്കിൽ ഈ ദൈവ വിളിയോടുള്ള ആ ദർശനത്തിൽ അബ്രഹാം സകലവും വിട്ടിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഈ ഓട്ടത്തിലെ പലവിധമായ പരീക്ഷണങ്ങളും പരിശോധനകളും അബ്രഹാമിന്റെ ജീവിതത്തിലുണ്ടായി. ഒന്ന്, ഞാൻ വേഗം പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, ഒന്ന് ക്ഷാമവും ഞെരുക്കും അബ്രഹാം നേരിട്ടു. എങ്ങനെ ഉപജീവനം കഴിക്കും, എങ്ങനെ മുന്നോട്ട് പോകും, എല്ലാം വിട്ടിട്ടാണ്, നഷ്ടപ്പെടുത്തിയിട്ടാണ് അബ്രഹാം മുന്നോട്ട് പോകും. നമ്മളുടെ എങ്ങനെ ഉപജീവനം കഴിക്കുന്നുള്ള ഭാരം അബ്രഹാമിനെ അലട്ടി. 2, അബ്രഹാം ലക്ഷ്യം വിട്ടിട്ട് അബ്രഹാം മിസ്രൈമിലേക്ക് പോയി. മിസ്രൈമിലേക്ക് പോയതിന്റെ ഫലമായിട്ട് അവിടെ ജാതീയ രാജാവിനാൽ അബ്രഹാം പരിഹസിക്കപ്പെടുന്നു. അബ്രഹാമിന്റെ ജീവിതത്തിന് ആരാധന മുടങ്ങി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അബ്രഹാം എവിടെയൊക്കെ യാത്ര ചെയ്തോ അവിടെയൊക്കെ യാഗപീഠം പണിഞ്ഞ് ദൈവത്തെ ആരാധിച്ച് അബ്രഹാം ഇവിടെ മിസ്രൈമിലേക്ക് പോയപ്പോൾ അവിടെ അബ്രഹാമിന്റെ ആരാധന മുടങ്ങുകയും അബ്രഹാം അവിടുന്ന് ഹാഗറിനെ കൊണ്ടുവരികയും അതിന് ലോകത്തിന് മുഴുവൻ പ്രശ്നമായിട്ട് തീരുന്ന ഒരു സംഗതിയിലേക്ക് ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ നാം മനസ്സിലാക്കണം. പിന്നീട് അബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിച്ചതായുള്ള ഒരു പരിശോധന, സഹോദരപുത്രനായ ലോത്തുമായുള്ള സംഘർഷം. അനാഥനായ സഹോദരപുത്രനെ ലോത്തിനോട് കൂട്ടിയപ്പോൾ ഈ ലോത്തുമായിട്ട് മുന്നോട്ട് പോയപ്പോഴുണ്ടായ സംഘർഷം, ഏറ്റവും തീരുമാനം എടുക്കുവാനായിട്ടുള്ള അവസരം ഒത്തു വന്നപ്പോൾ ഈ ലോത്ത് ഏറ്റവും പച്ചപ്പും ഏറ്റവും മനോഹരമായ സ്ഥലം മുഴുവൻ വെട്ടിപ്പിടിച്ചിട്ട് പ്രിയമുള്ളവരെ അബ്രഹാമിന് മൊട്ടക്കുന്നുകളും അല്ലെങ്കിൽ ഊക്ഷരഭൂമിയും കൊടുത്തതായിട്ട് നാം ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ലോത്ത് വിട്ടുപിരിയുന്നു. അബ്രഹാമിന്റെ ജീവിതത്തിൽ വളരെ അനാഥത്വം അല്ലെങ്കിൽ ഏകാന്തത, സഹോദരൻ തനിക്ക് ഒന്ന് ഷെയർ ചെയ്യുവാനും തൻ്റെ ജീവിതത്തിന്റെ അവസ്ഥകളെന്ന് പറയുവാനും ആരുമില്ലാത്ത ഒരു ഏകാന്തത അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായി. പ്രിയമുള്ളവരെ, ഈ ദർശനം പൂർത്തീകരിക്കുന്ന കാലതാമസം ദൈവം കൊടുത്ത ദർശനമാണ്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്നുള്ള ദർശനം, അത് പൂർത്തീകരിക്കാതെ ഇങ്ങനെ എഴഞ്ഞഴിഞ്ഞു പോകുന്ന അനുഭവം അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായി. അബ്രഹാമിന്റെ തല കുമ്പിട്ടതായിട്ട് നാം ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. വയസ്സ് 75, പ്രായം കൂടി വരുന്നു. ദൈവീയ വാഗ്ദാനം എവിടെ, ദൈവത്തിന് അനുഗ്രഹം. അബ്രഹാം കൂടെ ഇത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അബ്രഹാം മരണത്തോളം അബ്രഹാം പരിശോധനയ്ക്ക് വിധേയനായി. ദൈവത്തെ ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ദൈവം ശത്രുപക്ഷത്ത് നിന്നാണ് അബ്രഹാമിനോട് പോരാടുന്നത്. ഈ ശത്രുവിനെ എങ്ങനെയാണ് കാണുന്നത്, അതേ രീതിയിലാണ് ദൈവം അബ്രഹാമിനോട് പോരാടിയത് എന്ന് ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ അബ്രഹാമിന്റെ ഈ ബൈബിൾ ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 11, 12 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, സമസ്ത മേഖലകൾ, അബ്രഹാമിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ദൈവം പരിശോധനയ്ക്ക് വിധേയമാക്കി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശ്വാസത്തിന്റെ പരിശോധന. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ വിവിധങ്ങളായ പരീക്ഷകളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ വിശ്വാസം തള്ളിപ്പറയുവാനായിട്ടിടയാ. പൂർണ്ണമായിട്ട് അബ്രഹാമിനെ പോലെ പൂർണ്ണമായിട്ട് ദൈവത്തിന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. മൂന്നാമതായിട്ട് അബ്രഹാമിന് ദൈവം കൊടുക്കുന്ന സേഫ്റ്റി, സുരക്ഷിതത്വം.
ഇവിടെ അബ്രഹാമിനെ വിളിക്കുന്നത് സ്നേഹപൂർവ്വമാണ്. അബ്രഹാമിനെ വിളിക്കുന്നത് അബ്രഹാമേ എന്ന് സ്നേഹപൂർവ്വം ദൈവം വിളിക്കുന്നു. തൻ്റെ ജീവിതത്തിലെ പരിശോധനയുടെയും സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അബ്രഹാം ഭയപ്പെടുന്നുണ്ട്. ഇവിടെ അബ്രഹാമിനോട് പറയുന്നുണ്ട്, അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അതുകൊണ്ട് പരിചയം എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം. തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ ചെന്നാൽ അവിടെ പരിചയം വെച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് പോയി കാണേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു ശരീരത്തെ മുഴുവൻ കവർ ചെയ്യുന്നതാണ് പരിചയം. അതുകൊണ്ട് ഈ ദൈവം ഇവിടെ പറയുന്നത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുവാണെങ്കിൽ എൻ്റെ ഹൃദയത്തെ, ദൈവത്തിന്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചിട്ട് മാത്രമേ എനിക്ക് മുറിവേൽക്കത്തുള്ളൂ, അബ്രഹാമിന് മുറിവേൽക്കത്തുള്ളൂ. അതാണ് ദൈവം ഇവിടെ പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഹാർട്ട്, അതാണ് പരിചയപ്പെടുന്ന മനസ്സ്. എൻ്റെ ഏറ്റവും അടുത്ത് നിലകൊള്ളുന്ന വസ്തുവാണ് പരിചയം. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തെ അത് മുറിപ്പെടുത്തിയിട്ട് മാത്രമേ നിനക്ക് ഒരു പോറൽ ഏൽപ്പിക്കാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് ദൈവം പറയുന്നത്, ഞാൻ നിന്റെ പരിചയമാണ്. സദൃശവാക്യം 30:5 പറയുന്നുണ്ട്, തന്നിൽ ആശ്രയിക്കുന്നവർക്കോ അവൻ പരിച തന്നെ. എഫെസ്യർ 6:16 പറയുന്നുണ്ട്, വിശ്വാസം എന്ന പരിചയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ദൈവത്തില് എത്രമാത്രം വിശ്വാസമുണ്ടോ, എത്രമാത്രം ഈ ദൈവത്തിൽ ആഴത്തിൽ നമ്മുടെ വിശ്വാസം വേരൂന്നിട്ടുണ്ടോ, പ്രിയമുള്ളവരെ, ഈ ദൈവം പരിചയം എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ദൈവത്തോട് ചേർന്ന് നിൽക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഈ ദൈവം പരിചയം തന്നെ. നാലാമതായിട്ട് അബ്രഹാമിനെ ദൈവം ഒരുക്കിയെടുക്കുന്നതിൽ അബ്രഹാമിന് വാഗ്ദാനം ചെയ്യുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്, അബ്രഹാമിനോട് പറയുന്ന, അബ്രഹാമെ, ദൈവം നിന്റെ ഒരു പ്രതിഫലമാണ് വാഗ്ദാനം. ഇവിടെ പറയുന്നുണ്ട്, അബ്രഹാമെ, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലമാകും. അതിമഹത്തായ പ്രതിഫലം ഇവിടെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ് ഉപയോഗിക്കുന്നത്. ഇതിനപ്പുറമായിട്ടുള്ള ഒരു പ്രതിഫലം ഇല്ല. ഏറ്റവും വലിയ പ്രതിഫലം, നീ ആഗ്രഹിക്കുന്നതിന് അപ്പുറമായ ഒരു പ്രതിഫലമാണ് ഞാൻ. ഐ ആം യുവർ റിവാർഡ്. നിനക്ക് ഏറ്റവും വലിയ റിവാർഡ്, ഞാനാണ് നിന്റെ റിവാർഡ്, ഞാനാണ് നിന്റെ എല്ലാം എന്നിവിടെ പറയുന്നത്. ഞാൻ എൻ്റെ ഭാഷയിൽ പറയുവാണെങ്കിൽ എക്സ്പ്ലോസീവ് ബ്ലെസ്സിങ്സ് ആണ്, സ്ഫോടനാത്മകമായ ഒരു അനുഗ്രഹം ദൈവം അബ്രഹാമിന് കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തോട് ചേർന്ന് നിൽക്കുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കും. അബ്രഹാമിന് വേണമെങ്കിൽ വേറെ ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ, ഞാൻ സ്വാഗതം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, 33 വർഷക്കാലം ഇവിടെ നിലകൊണ്ടു. പ്രിയമുള്ളവരെ, എത്രയോ ഓപ്ഷൻസ് ഉണ്ട്. പുള്ളിയോട്, നീ ഒരു മടയനാണ്, നീ ഒരു പോഷനാണെന്നോട് പറയുന്നത്. പ്രിയമുള്ളവരെ, അദ്ദേഹത്തെക്കാട്ടിൽ കൂടുതൽ വളരെ ശ്രേഷ്ഠമായ രീതിയിൽ അനുഗ്രഹമായിട്ട് വളരെ സന്തോഷകരമായിട്ട് ഇന്ന് ഞാൻ ജീവിക്കുന്നു. അതുകൊണ്ട് ഈ എക്സ്പ്ലോസീവ് ബ്ലെസ്സിംഗ്, ദൈവത്തിന്റെ ഭാഗം നാം തിരഞ്ഞെടുത്താൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് ശമ്പളം ഒക്കെ കുറവായിരിക്കും, എന്നാൽ പ്രിയമുള്ളവരെ, ഇതിനപ്പുറമായിട്ട് നമുക്കൊരു ഓപ്ഷൻ വേണേൽ തിരഞ്ഞെടുക്കാം. എന്നാൽ പ്രിയമുള്ളവരെ, അബ്രഹാമിനെ പോലെ ദൈവസന്നിധിയിൽ നിൽക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, സെന്റ് പോൾ പറയുന്നുണ്ട്, എല്ലാം ചപ്പും ചവറും എറിഞ്ഞുകൊണ്ട് ഗമാലിയലിന്റെ പാതപീഠത്തിന് ഉന്നതമായ ഡിഗ്രിയൊക്കെ മേടിച്ച വ്യക്തിയാണ് ഈ സെന്റ് പോൾ. ഒരു മൊത്തവ്യാപാരിയുടെ മകനായിരുന്നു. എന്നാൽ ഈ യേശുവിനെ കണ്ടുമുട്ടിയ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് യേശുവിനെ കണ്ടുമുട്ടിയ അന്നു മുതൽ മരണം വരെ, ഓസ്ട്രിയൻ പാതയിലേക്ക് പോകുന്ന വഴിക്ക് പൗലോസിന്റെ കഴുത്തിന് നേരെ വാള് വീശുന്ന അന്ന് വരെ പ്രിയമുള്ള യേശുവിന് വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തിയായിരുന്നു ഈ പൗലോസ്. അതുകൊണ്ട് എല്ലാം ചപ്പും ചവറും എന്ന അപ്പോസ്തലനായ പൗലോസ് എണ്ണി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം നമ്മുടെ ജീവിതത്തിലെ ഈ ഏറ്റവും നല്ല അവാണ്, അതിമഹത്തായ പ്രതിഫലം ഈ ദൈവമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിക്കും. ഞാൻ വേഗം സമയത്തേക്ക് പരിമിതി കൊണ്ട് ഞാൻ വേഗം നിർത്തുകയാണ്. അതുകൊണ്ട് 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ദൈവം നമുക്ക് നൽകുന്ന ചില പ്രതിഫലങ്ങൾ അതൊന്ന് മനസ്സിലാക്കണം. സങ്കീർത്തനം 127:3, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ നൽകുന്ന പ്രതിഫലവുമാണ്. അതുകൊണ്ട് നമ്മുടെ നല്ല തലമുറ, നമ്മളിവിടെ നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നു. നാം മനസ്സിലാക്കണം. ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ മകനോടും മകളോടും പറയാറുണ്ട്, മോനെ, നുള്ളരിയും സ്വോത്രാഴ്ചയ്ക്ക് ഇടുന്ന പൈസ കൊണ്ടാണ് നിങ്ങൾ ഈ പഠിക്കുന്നത്. അതുകൊണ്ട് 1 രൂപ പോലും വേസ്റ്റ് ആക്കരുത്. അതുകൊണ്ട് അവർ ആ രീതിയിലാണ് അവർ വളരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളിവിടെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഇതുകൊണ്ട് അനേകരെ വിശ്വാസികളിടുന്ന സ്തോത്രാഴ്ച കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്തുന്നതുകൊണ്ട് അവരെ ഒരു നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട തലമുറ നമ്മളിൽ നിന്ന് രൂപപ്പെടുവാനായിട്ട് ഇടയായി. രണ്ടാമതായിട്ട് സങ്കീർത്തനം 58:11 പറയുന്നുണ്ട്, ആകിയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. ചട്ടപ്രകാരം ജീവിക്കുന്ന, അല്ലെങ്കിൽ നീതിപൂർവ്വം കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് ഓരോരോ സ്ഥാനങ്ങൾ, ചുമതലകളൊക്കെ ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ ആ ചുമതലകളിൽ നീതിപൂർവ്വം നാം നിർവഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കും. 1 കൊരിന്ത്യർ 9:17 പറയുന്നുണ്ട്, സുവിശേഷം അറിയിക്കുന്നതിൽ പ്രതിഫലമുണ്ട്. നാം കേട്ടതായിട്ടുള്ള, നമുക്ക് ലഭിച്ചതായുള്ള വെളിപാടനുസരിച്ച് ഈ വചനം മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിന് പ്രതിഫലമുണ്ട്. 1 കൊരിന്ത്യർ 9:25 പറയുന്നുണ്ട്, അവർ വാടുന്ന കിരീടവും നാം വാടാത്തതും പ്രാപിക്കും.
നമ്മൾ വാടാത്ത കിരീടം പ്രാപിക്കുമെന്ന് വചനത്തിൽ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 6:4 പറയുന്നുണ്ട്, നന്മ പ്രവർത്തിക്ക് പ്രതിഫലമുണ്ട്. നന്മ ചെയ്താൽ അതുകൊണ്ട് രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരുമെന്ന് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം. മണിക്കൂറിന് വേണ്ടി നാം പ്രാർത്ഥിക്കുക. ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എനിക്കറിയാം, പ്രാർത്ഥിക്കുന്നതിലെ അമ്മച്ചിമാരെ എനിക്കറിയാം, അവരെയൊക്കെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 12:13 പറയുന്നുണ്ട്, കാലാവസാനത്തിൽ ഓഹരി ലഭിക്കാൻ എഴുന്നേറ്റ് വരും. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തിക്ക്, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ദൈവം തീർച്ചയായിട്ടും പ്രതിഫലം തരും. അതുകൊണ്ട് നമ്മുടെ സമയം, നമ്മുടെ പണം, നമ്മുടെ വിഭവശേഷി എല്ലാം ഈ ദൈവത്തിന് വേണ്ടി വിനിയോഗിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ചന്ത സ്ഥലത്ത് മെനക്കെട്ട് നിൽക്കുന്ന ചിലരെ കണ്ടിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുകയും ന്യായമായി തരാമെന്ന് കർത്താവ് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കഴിവോ നമ്മുടെ പണമോ നമ്മുടെ സൗകര്യമോ ഒന്നും അവിടെ വിഷയമല്ല. എല്ലാ കഴിവും കണ്ട് അറിഞ്ഞിട്ടും സേവിപ്പാനായിട്ട്, നമ്മുടെ യോഗ്യത അനുസരിച്ച് പ്രവർത്തിപ്പാനായിട്ട് കഴിവുള്ള ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് വചനം പറയാൻ അറിയത്തില്ല, അല്ലെങ്കിൽ നമുക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, മറ്റുള്ളവരോട് നമുക്ക് സംസാരിക്കാൻ അറിയത്തില്ല, ഒന്നും ദൈവത്തിന് മുമ്പിലൊന്നും നീതീകരണമല്ല. പ്രിയമുള്ളവരെ, നമ്മുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് നാം പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഫസ്റ്റ് ചാൻസ് ചിലപ്പോൾ നഷ്ടപ്പെടുത്തിയതായിരിക്കും, എന്നാൽ സെക്കൻഡ് ബെസ്റ്റ് ഈ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. അവൻ, ഈ ദൈവം നമ്മുടെ പരിചയം അതിമഹത്തായ പ്രതിഫലമാകുന്നു. അതിനുശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായെന്നാൽ, അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അതുകൊണ്ട് ഈ പ്രതിഫലം പ്രാപിപ്പാനായിട്ട് നാം ഒരുങ്ങണം, അതിനുവേണ്ടി ജീവിക്കണം. ഒരിക്കൽ പോലും നിരാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഈ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തിലെ പോരാട്ടങ്ങളും സമ്മർദ്ദങ്ങളൊക്കെ ജീവിതത്തിൽ നമ്മെ അടിക്കടി നമ്മളെ തളർത്തുമ്പോഴേ ഈ ദൈവത്തിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നതുമായ ഈ യേശുവിനെ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായിട്ട് ദൈവം എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളിലൂടെ എനിക്ക് ലഭിച്ച എല്ലാവിധമായ സ്നേഹ ആദരവിന് ഞാൻ നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.